ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ അമ്മയുടെ അടുത്ത് വീണ്ടും വീണ്ടും അനന്തനും അച്യുതനും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ, ഈ വീടിന്റെ ആധാരം കൊണ്ട് താമേ, ദേ പെണ്ണിന്റെ വീട്ടുകാർ വരുമ്പോ അലോകിന്റെ പേരിലാണ് ഈ വീടെന്ന് എഴുതി വെച്ചതിന്റെ ആ ഒരു തെളിവ് അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനാണെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, എടാ അതെന്റെ കയ്യിലുണ്ട് അമ്മ, കുറെ നാൾ അമ്മയുടെ കയ്യിലുണ്ട് അമ്മ പറയുന്നുണ്ട്. പക്ഷെ തരുന്നില്ലല്ലോ അമ്മേ. അമ്മ പറ, അതെവിടെയാ അമ്മ വെച്ചിരിക്കണ ചോദിക്കുമ്പോ, അതെന്റെ പെട്ടിയിലുള്ളത്, പെട്ടി മുകളിലെ പെട്ടിയിലാവുള്ളതെന്ന് പറയാണ്. അതെ, നിങ്ങൾ രണ്ടുപേരും വിട്ട് ആ പെട്ടി തുറന്ന് ആ ആധാരം എടുത്തിട്ട് വരാൻ പറയുമ്പോഴേക്കും അമ്മ പറയണ്ട, അയ്യോ ഇപ്പൊ എടുക്കണ്ട, എന്നാ അലോകെ നീ പോയി എടുത്തോണ്ട് വാടാ എന്ന് അനന്തം പറയുമ്പോ, അയ്യോ ആരും എടുത്തോണ്ട് വരണ്ട, ഞാൻ തന്നെ എടുത്തോണ്ട് വന്നോളാം, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വൈകുന്നേരം ഞാൻ ആധാരം നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാം. അമ്മക്ക് എന്തിനു ബുദ്ധിമുട്ടുണ്ടോ? അതാണോ അമ്മ ഇങ്ങനെ തരാത്തത്? എനിക്കെന്ത് ബുദ്ധിമുട്ട്, ഞാൻ ആദായം തരാം, എന്തായാലും എന്റെ കാലശേഷം നിങ്ങൾക്ക് തരേണ്ടതല്ലേ അതൊക്കെ. പിന്നെ അത് മാത്രല്ല, ആ ആധാരം മാത്രല്ല, കുറെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആ കൂട്ടത്തിലുണ്ടേ. അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ തരാൻ പറ്റില്ലെന്ന്. കുഴപ്പമില്ല, നാളെ രാവിലെ ആകുമ്പോഴേക്കും ആധാരം കയ്യിലേക്ക് തന്നോളാം എന്ന് പറയാണ്. ശേഷം അമ്മ ആകെ പേടിച്ചിരിക്കാട്ടോ. അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ, ഭഗവാൻ ഈശ്വര, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നാളെ അറിയാൻ പോവാണ് ഈ വീട്ടിലെല്ലാവരും. എന്തൊക്കെ സംഭവിക്കോ എന്തോ, എനിക്കൊന്നും അറിയില്ല, ദൈവങ്ങളെ എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കട്ടോ. പേടിച്ച് പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ മിത്രക്കാണെങ്കിൽ നല്ല അടിപൊളി ലീവ് ലെറ്റർ തന്നെ ദേവി ഇന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ആ ലീവ് ലെറ്റർ വായിക്കണം, മിത്ര ഞെട്ടിപ്പോകാണ്, അതിൽ ഫുള്ള് മിസ്റ്റേക്സ് ആണ് കേട്ടോ. അപ്പൊ ദേവിയോട് ചോദിക്കണ്ടേ, എന്താ മിത്ര ലീവ് ലെറ്റർ എങ്ങനെ നോക്കണത്, എന്താ ഇങ്ങനെ നോക്കണത്? അല്ല ദേവി എടുത്തി, ഇവിടെ ഇങ്ങനെ ഹാസിന് പകരം ഹിമ്മെന്ന് എന്താ എഴുതി വെച്ചേക്കണത്? അത് ഞാൻ ഗ്യാസ് തുറന്ന് വെച്ചായിരുന്നില്ല അടുപ്പിലെ, അപ്പൊ അതിന്റെ ഓർമ്മയിൽ ഞാനത് മാറിപ്പോയതാണ്. അങ്ങനെ പല ഹീക്ക് പകരം ഷീക്ക് പകരം ഹീ എഴുതുക, അങ്ങനെ ഹാഡിന് പകരം അങ്ങനെ അങ്ങനെ പല പല മിസ്റ്റേക്ക്, എങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വരുന്നത്, അങ്ങനെയൊക്കെ ഫുൾ ഗ്രാമർ മിസ്റ്റേക്ക് എഴുതി വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ മിത്ര പറയണ്ടേ, അല്ല ഇതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളുണ്ട്. എനിക്കങ്ങനെ മിസ്റ്റേക്ക് ഒന്നും പറ്റില്ല, ഞാൻ MA ഇംഗ്ലീഷ് അല്ലേ, അല്ലേ എല്ലായിടത്ത് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അല്ല ഏടത്തി ഏത് കോളേജിലാ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോ, അത് ഞാൻ ഇന്ന കോളേജൊന്നും ഇല്ല മിത്രേ, അച്ഛന് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ആ സ്ഥലം മാറ്റം ഉള്ളത് കൊണ്ടിട്ട് ഞാനങ്ങനെ പല പല കോളേജിലാണ് പഠിച്ചത്, ഓരോ വർഷം ഓരോരോ കോളേജിലാണ് പഠിച്ചത്. അതൊക്കെ പോട്ടെ, മിത്ര അതൊക്കെ കൊണ്ടേ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയോടും തടി തപ്പി വേഗം അമ്മേനെ വിളിക്കണ്ട. അമ്മേ, ആ വിദ്യ എഴുതി തന്ന ലീവ് ലെറ്റർ ഫുള്ള് മിസ്റ്റേക്ക് ആണല്ലോ അമ്മേ. അവളും ഇംഗ്ലീഷ് അറിയാന്നുള്ളു, വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലല്ലോ അമ്മ, എന്നാ ആർത്തിനും ചോദിച്ചു മനസ്സിലാക്കി എഴുതാൻ പാടില്ല, അതിൽ എന്തൊക്കെയോ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്ന് പറയണം. എന്തായാലും ഇത്രക്ക് ലീവ് ലെറ്റർ കിട്ടിയല്ലോ, അത് പോരെ. എന്റെ അമ്മ, അവൾക്ക് ഇപ്പൊ സംശയം കൂടി വന്നിട്ടുണ്ട് എന്റെ പേരില്. അയ്യോ എന്റെ മോളെ ഇങ്ങനെ പറഞ്ഞിരുന്നോ? എന്നാലും ലീവ് ലെറ്റർ എഴുതാൻ തരാൻ പറഞ്ഞപ്പോ ഇത് എന്റെ തലയിൽ ഈ പള്ളി വന്ന് വീഴുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യോ എന്തോന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ച് ദേവി പേടിച്ച് റൂമിൽ തന്നെ ഇരിക്കട്ടെ, പുറത്തിറങ്ങാതെ. ശേഷം ഗോമതി അമ്പലത്തിൽ നിന്ന് വരുന്നുണ്ട്. മോളെ കോഫി ഉണ്ടെങ്കിൽ കുടിച്ചോ? ആരാ കോഫി ഇട്ടതാണോ? ഇല്ല, ഞാൻ തന്നെത്താൻ ഇട്ടതാ. അതെന്താ മോളെ? എന്നാ അപ്പച്ചി അമ്പലത്തിൽ പോണം, അപ്പച്ചി ഇട്ട് തരായിരുന്നല്ലോ. അതൊന്നും കുഴപ്പമില്ല അപ്പച്ചി, ഒരു ചായയിൽ ഇട്ട് കുടിച്ചോളൂ. അല്ല മോളുടെ കയ്യിൽ ഈ പേപ്പർ, ഇതാണ് ദേവി എഴുതി തന്ന ലീവ് ലെറ്റർ. ദേവി എഴുതി തന്നോ? എവിടെ നോക്കട്ടെ. പക്ഷെ അമ്മ ഇതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളോ? നീ എന്തൊക്കെയാ മോളെ പറഞ്ഞത്? അല്ല, ഈ ലീവ് ലെറ്ററിലെ ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. ദേവി പഠിച്ചിറങ്ങിട്ട് കുറച്ചായില്ലേ മോളെ, അതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷെ ഇത് അങ്ങനെ വരുന്ന മിസ്റ്റേക്ക് അല്ല അപ്പച്ചി. ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് മിസ്റ്റേക്ക് വരുത്തിയിരിക്കുന്നത്. അതാ എനിക്കൊരു സംശയം എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പൊ അവർക്കൊരു ചെറിയ സംശയമൊക്കെ തോന്നുന്നു, ദേവി MA ഇംഗ്ലീഷ് ഒന്നും അല്ലേ എന്ന രീതിയിൽ സംശയം അപ്പൊ തന്നെ അവിടേക്ക് വരുന്നു കേട്ടോ. അതേസമയം വീണ്ടും വീണ്ടും അച്യുതനും അതുപോലെ തന്നെ അലോകും അനന്തനൊക്കെ പോയിട്ട് അമ്മയടുത്ത് വീണ്ടും വീണ്ടും ആധാരത്തിന്റെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി അമ്മ ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് നമ്മുടെ അനന്തം വന്നിട്ട് അച്യുതനും വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ആധാരം നാളെ രാവിലെ തരാന്ന് പറഞ്ഞിരുന്നില്ല, അപ്പൊ നാളെ തന്നെ വക്കീലിനെ കൊണ്ടുവരട്ടെ, ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ തന്നെ ചെയ്യാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അമ്മ അപ്പോഴും സമ്മതിക്കുന്നില്ല കേട്ടോ. നാളെ വക്കീലിനെ കൊണ്ടുവന്നോ, എന്തായാലും നാളത്തോടെ എല്ലാം അറിയാലോ എന്നൊക്കെ പറയാണ്. എന്തറിയാന്ന് അമ്മ പറയണത്? അമ്മ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അമ്മ ഞങ്ങളുടെ സത്യം പറ, അമ്മയ്ക്ക് എന്താ താല്പര്യമില്ലേ അലോകിന്റെ പേരിൽ ഈ വീട് എഴുതി വെക്കാനായിട്ട്? അങ്ങനെയൊന്നും ഇല്ലടാ, പിന്നെ എന്താ അമ്മ ഇങ്ങനെ ഒഴിഞ്ഞു മാറി കളിക്കണത്? ഒന്നുമില്ലല്ലോ മക്കളെ, എന്തായാലും നാളെ വക്കീൽ വരുമല്ലോ, അപ്പൊ നോക്കാം എന്നൊക്കെ പറയാണ്. ശരിയെന്ന് പറയുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഈശ്വര, നാളത്തോടെ എന്തൊക്കെ നടക്കുമെന്നോ, വെട്ടും കുത്തൊക്കെ നടക്കുമെന്നോ, എന്റെ ദൈവങ്ങൾ തന്നെ സാക്ഷി, അതോ നാളെ എവിടെയെങ്കിലൊക്കെ ഇറങ്ങി പോയാലോ എന്നൊക്കെ അമ്മ വിചാരിക്കാണ്. രാവിലെ തന്നെ ഇങ്ങനെ വിചാരിക്കട്ടെ, ഈശ്വര ഇവിടെ നിന്ന് ഇറങ്ങി പോവാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല, ഇറങ്ങിപ്പോയില്ലെങ്കിൽ എല്ലാം തീരുകയല്ലോ. അത് മാത്രല്ല, മിത്രക്ക് അവള് ആഭരണങ്ങൾ കൊടുത്ത കാര്യവും നാളെ അറിയും. കാരണം ഇവരറിയാണ്ടാണല്ലോ മിത്രയുടെ അമ്മ ആഭരണങ്ങൾ കൊണ്ടേ കൊടുത്തിരിക്കണത്. അത് ലോക്കറി വെച്ചെന്നാ പറഞ്ഞേക്കണം. അപ്പൊ അതും നാളെ ആഭരണങ്ങളൊന്നും ഇട്ടില്ലെങ്കിൽ അവർക്കും പണി കിട്ടും. അപ്പൊ എന്ത് ചെയ്യും, എല്ലാം കൂടി നാളെ കുളം ആമോണ ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് അതിനു മുമ്പ് വേറൊരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുത്തിടണം എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പൊ അമ്മ അവിടെ നിന്ന് ഒളിച്ചോടി പോയാലെന്ന് പോലും വിചാരിക്കണ്ട, ഈ ടെൻഷൻ കാരണം. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് വെച്ചിട്ട് അമ്മ ആ ഒരു ധൈര്യത്തിൽ നിൽക്കുക കേട്ടോ. അപ്പൊ അലോക് അങ്ങ് ഭയങ്കര സന്തോഷത്തിലാണ്, ഇത്രയും വലിയ പേര് അവന്റെ പേര് കിട്ടാൻ പോണാണല്ലോ.
മുത്തശ്ശിക്കാണെങ്കിൽ ഒട്ടും തന്നെ താല്പര്യമില്ല കേട്ടോ അലോകിന്റെ പേരിൽ ഈ സാധനങ്ങളൊക്കെ ഈ വസ്തുവകകൾ കൊടുക്കാനായിട്ട്. അങ്ങനെ മുത്തശ്ശി എഴുതിച്ചേക്കണ വേറെ ആരുടെയും കാര്യങ്ങളൊന്നും അല്ല. ഈ എന്തൊക്കെ പറഞ്ഞാലും അവര് നോക്കണത് ഈ ഇളയ ആമ്പിള്ളയുടെ പേരിലാണല്ലോ തറവാടും സ്വത്ത് വകകളൊക്കെ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇളയാണെന്ന് പറഞ്ഞത് നമ്മുടെ ധർമ്മനാണ്. ധർമ്മന്റെ പേരിലാണ് ശരിക്കും ഈ വീടും വകകളൊക്കെ വരേണ്ടത്. പക്ഷെ മുത്തശ്ശി അങ്ങനെയൊന്നും അല്ല. ഇന്ന ആളുടെ പേരില് ഇന്ന ആൾക്ക് ഇത്രയേ ഉള്ളൂ, ഇന്ന ആൾക്കാണ് ഇത് ഫുള്ളും എന്നൊന്നും രീതിയിലൊന്നും അല്ല. എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ കൊടുക്കാണ്. കെട്ടിച്ചുവിട്ട ഗോമതിക്ക് പോലും ചെറിയൊരു അവകാശം നമ്മുടെ മുത്തശ്ശി അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മാത്രല്ല മിത്രക്കും ഇവിടെ ഒളിച്ചോടി പോയതുകൊണ്ട് മിത്രക്ക് ഒന്നും ശരിക്കും കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് മിത്രക്കും മിത്രേതായിട്ടുള്ള അവകാശം കൊടുക്കണം. അലോക് എന്ന് വെച്ചാല് ശരിക്കും അലോകിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതായത് മോന്റെ മോനാണ് അലോക്. അവനെന്തിനു വീട് കൊടുക്കണത്? അതിന്റെ ഒരു ആവശ്യമില്ല. പിന്നെ വീടിന്റെ ശരിക്കുള്ള അവകാശം എന്ന് പറഞ്ഞത് ധർമ്മനാണ്. പക്ഷെ ധർമ്മന്റെ പേര് മാത്രം കൊടുത്താലും ശരിയാവില്ല. എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തുല്യമായിട്ടുള്ള പങ്കിലാട്ടോ മുത്തശ്ശി എഴുതി വെച്ചേക്കണം. അത് മാത്രമല്ല മുത്തശ്ശിയുടെ കാലശേഷം മാത്രമേ ഈ അവകാശങ്ങളൊക്കെ അവർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയേക്കുന്നത്. അതായത് അത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന തലമുറക്കും കൂടി അവകാശങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് അലോകിന് കുട്ടി കാര്യങ്ങൾ ഭാര്യയും കുട്ടികളും ഉണ്ടാകുമ്പോൾ അവർക്ക് ഇന്ന അവകാശം വേണം. അതുപോലെ മിത്രക്ക്, അതായത് അവർക്ക് 2 പേരക്കുട്ടികളല്ലേ ആ മുത്തശ്ശിക്കുള്ളൂ, മിത്രയും അലോകും. ഇവർ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പൊ അലോകിന്റെ കുടുംബം ആയിക്കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള അവകാശങ്ങളും, മിത്രക്ക് മിത്രയുടെ കുടുംബം, അതായത് ഇപ്പൊ ആര്യനും അവർക്കൊരു കുടുംബം, അതായത് കുട്ടികളും കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ അവകാശം എന്ന നിലയിലാണ് മുത്തശ്ശി കറക്റ്റ് ആയിട്ട് ഭാഗങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പൊ നാളെയാണ് ആ ഒരു വലിയ സസ്പെൻസ് പൊളിയാൻ പോണത്. ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ്. അലോകിന് ഒന്നും കിട്ടില്ലെന്ന് അറിയുമ്പോ അലോകിന്റെ ദേഷ്യം വേട്ടോ. ആകെ ഒരു ഇച്ചിരി തന്തോ ഭൂമി മാത്രമേ അലോകിനെ കൊടുക്കുന്നുള്ളൂ. അതിന്റെ ദേഷ്യം അലോകിനെ നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അവർ ആ കല്യാണം മുടക്കാൻ തയ്യാറൊന്നല്ല കേട്ടോ. ആ കല്യാണത്തിന് അവർ വീണ്ടും കള്ളങ്ങൾ പറഞ്ഞ എന്നെ കല്യാണം നടത്തും, ഈ വീടും കാര്യങ്ങളൊക്കെ അലോകിനെയാണെന്നും പറമ്പും കാര്യങ്ങളൊക്കെ അലോകിന്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കല്യാണം നടത്തും. അപ്പൊ ഈ അലോക് കല്യാണം കഴിക്കുന്ന പെണ്ണ് ആരാണെന്നുള്ളത് ഇപ്പൊ വലിയൊരു ട്വിസ്റ്റ് ആയിട്ട് വന്നിരിക്കണം. കാരണം തമിഴിൽ ഇങ്ങനത്തെ ഒരു ഭാഗം ഇല്ല. ഞാൻ പറഞ്ഞില്ല, തമിഴിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലോക് പ്രണയിക്കുന്നത് നമ്മുടെ അനുമോളെയാണ്. അതായത് ഗോമതിയുടെയും ബാലന്റെയും ഇളയ മോളെയാണ്. ഇപ്പൊ തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അലോക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു, അതായത് സ്വഭാവം മാറിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അലോകിന് അങ്ങനെ ക്രൂരതയൊക്കെ കുറച്ച് കുറഞ്ഞു കേട്ടോ. അനുമോളെ രക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട് അലോക്. കല്യാണത്തിന് ദിവസം അനുമോളെ രക്ഷിച്ച് അലോക് മണ്ഡപത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ അനുമോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു താലി ഉണ്ടാവും അവിടെ. ആ താലി എടുത്ത് കഴുത്തിൽ കെട്ടുവാണ്. എന്നിട്ട് എല്ലായിടത്തും പറയും ഇതെന്റെ കഴുത്തിൽ അലോക് കെട്ടി തന്ന താലിയാണ്, ഞാനില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, മരിച്ചോളെന്നൊക്കെ അലോക് എന്നെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് അലോക് കെട്ടി തന്ന താലിയാണെന്ന് പറഞ്ഞിട്ട് അനുമോള് തന്നെ ഒരു കെട്ടുന്ന ഒരു താലി കെട്ടുന്നുണ്ട്. എന്നിട്ട് ആ കല്യാണം മുടക്കാണ് അനുമോള്. അലോക് ഇത് കാണുമ്പോ ഷോക്കായി പോകാണ്. ഞാൻ കെട്ടിയ താലിയോ, ഇവൾ എന്തൊക്കെയാ പണ്ട്. ശരിക്കും അലോകിനെ കുടുക്കുവാട്ടോ അനുമോള്. കാരണം എല്ലാത്തിനുള്ള ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനുമോള് നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗമാണ് ഇപ്പൊ തമിഴിൽ വന്നേക്കണം. ഇന്നലെ വന്ന പ്രൊമോ കേട്ടോ. ശരിക്കും ഷോക്കായി പോകും. കാരണം അനുമോൾ ഇങ്ങനെ ചെയ്യുന്ന ആരും വിചാരിച്ചില്ല. കാരണം കല്യാണത്തിന് മുഹൂർത്തമായിട്ടും പെണ്ണിനെ കാണുന്നില്ല. അപ്പൊ ഗോമതിയുടെ ഭാഗത്തും ആ ചെക്കന്റെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് പെണ്ണെവിടെ, നിങ്ങൾ എത്ര നേരം പെണ്ണ് വരും, പെണ്ണ് ഇപ്പൊ വരും, പെണ്ണ് ഇപ്പൊ പെണ്ണ് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ദേ അലോക് അനുമോളെയും കൂട്ടിക്കൊണ്ട് വരുന്നത്. ദേ അനുമോളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, അവൾക്കൊരു പോറല് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് മുമ്പിൽ നിർത്തുമ്പോഴാണ് അനുമോൾ ആ ട്വിസ്റ്റ് പൊട്ടിക്കുന്നത്. ഈ അലോക് എന്നെ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്നെ താലി നിർബന്ധിച്ച് കെട്ടിച്ചു എന്നൊക്കെ പറയാട്ടോ. ശരിക്കും അലോക് താലി കെട്ടിയതെന്നല്ല, അത് അനുമോൾ തന്നെ കെട്ടിയിട്ട താലിയാണത്. അപ്പൊ അതിന്റെ പുറകെയുള്ള കഥ എന്താണ്, അതാണ് ഇനി അടുത്ത തമിഴ് നടക്കാൻ പോകുന്ന ഭാഗം. ഈ തമിഴിലെ ഭാഗം പറയാൻ കാരണം ചില ആൾക്കാർക്ക് തമിഴ് ഭാഗം ഇഷ്ടമാണ് കേൾക്കാനായിട്ട്. അതുകൊണ്ടാണ് തമിഴിലെ റിവ്യൂ കൂടി ജസ്റ്റ് അവസാനം ഞാൻ പറഞ്ഞു പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.